ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പനീർ മസാലയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ഡിഷാണിത്. ഒട്ടും സ്പൈസി ഒന്നുമല്ല, വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. ഞാൻ ഒഴിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. 3 ടേബിൾ സ്പൂൺ ഓയിലുണ്ട്. ഈ ഓയിൽ ചൂടായി കഴിയുമ്പോഴേക്കും പനീർ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് വളരെ ചെറിയ ഫ്ലെയിമാണ് വെച്ചേക്കുന്നത്. അതിലിതൊന്ന് ഒരു റെഡ് കളറായി വരണം, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട്. ഫ്രോസൺ ആയിട്ടുള്ള പനീർ ഉപയോഗിക്കുമ്പോൾ അതൊന്ന് കഴുകി അതൊരു ചെറിയ അരിപ്പയിൽ വെള്ളം ഫുള്ള് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ വെള്ളവും കൂടെ ഇതിനകത്തേക്ക് വന്ന് വീഴും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് മുളക് പൊടി. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാശ്മീരിയ. ഓരോരുത്തരും അവരവരുടെ എരിവിന് ആവശ്യമായത് വേണം ചേർക്കാൻ. ഈ കറിക്ക് അധികം എരിവില്ലാത്തതാണ് നല്ലത്. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമ്മളിതിനെ നന്നായിട്ടൊന്ന്, അതായത് ഈ പനീർ പൊടിഞ്ഞു പോവാത്ത രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവാനുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ട കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. തക്കാളി, സവോള, പച്ചമുളക്, ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ പനീർ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച പാൻ തന്നെ വെച്ചേക്കുന്നത്, അത് മാറ്റണ്ട. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഓയിലും കൂടെ ഉപയോഗിക്കുക. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക്, ഇതിലേക്ക് നമുക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം. കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ പനീറിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് ഇതൊന്ന് വഴണ്ട് കിട്ടും. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, കാശ്മീരിയാണ്, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി. ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 1/2 ബൗൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പനീർ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ പനീർ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വിഭവമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.